കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. നമ്മൾ ഇന്ന് സാഹസികത നിറഞ്ഞ ഒരു കഥ കേൾക്കാൻ പോവുകയാണ്. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം, കഴിഞ്ഞുപോയ കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും എന്നതാണ് ഇന്ന് നമ്മൾ കൂടുതലായി മനസ്സിലാക്കാൻ പോകുന്നത്. I often walked along the shore, and one day I saw something in the sand. I went over to look at it more carefully and stopped in sudden surprise. വർഷങ്ങളായി ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന റോബിൻസൺ കടൽ തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അസാധാരണമായി എന്തോ കണ്ടു. It was a footprint. The footprint of a man. അത് ഒരു മനുഷ്യന്റെ കാൽപ്പാടായിരുന്നു. Who could this be? Afraid, I looked around me. ആരായിരിക്കും അത്? ഭയന്ന് ഞാൻ ചുറ്റും നോക്കി. I listened. I waited. Nothing. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കാത്തുനിന്നു. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. I was more and more afraid. ഞാൻ കൂടുതൽ കൂടുതൽ ഭയമുള്ളവനായി. Perhaps this man was one of those wild people who killed and ate other men. ഒരു പക്ഷേ ഈ മനുഷ്യൻ മറ്റു മനുഷ്യരെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്ത കാട്ടുമനുഷ്യരിൽ ഒരുവനായിരുന്നേക്കാം. I looked everywhere, but there was nobody, and no other footprint. ഞാൻ എല്ലായിടത്തും നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വേറെ കാൽപ്പാടുകളും ഉണ്ടായിരുന്നില്ല. I turned and hurried home. ഞാൻ തിടുക്കത്തിൽ വീട്ടിലേക്ക് തിരിച്ചുപോയി. There's someone on my island, I said to myself. ആരോ എൻ്റെ ദ്വീപിലുണ്ട്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Perhaps he knows about me. ഒരുപക്ഷെ അവൻ എന്നെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. Perhaps he's watching me now from behind a tree. ഒരുപക്ഷെ പുറകിലുള്ള ഒരു മരത്തിൽ നിന്ന് അവൻ എന്നെ വീക്ഷിക്കുന്നുണ്ടാകാം. Perhaps he wants to kill me. ഒരുപക്ഷെ അവൻ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. That night I couldn't sleep. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ കുഡിൻറ്റ് എന്ന ഫോമാണ് ഉപയോഗിക്കേണ്ടത്. കുഡിൻറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അവിടെ വെർബിന്റെ സെക്കൻഡ് ഫോം അല്ല ഉപയോഗിക്കേണ്ടത്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. The next day I got all my guns ready and I put more wood and young trees around my house. അടുത്ത ദിവസം ഞാൻ എൻ്റെ തോക്കുകളെല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ എൻ്റെ വീടിന് ചുറ്റും തടികളും ചെറിയ മരങ്ങളും നിക്ഷേപിച്ചു. Nobody could see me now. ആർക്കും അപ്പോൾ എന്നെ കാണാൻ സാധിക്കുമായിരുന്നില്ല. But after 15 years alone on the island, I was afraid, and I did not leave my cave for 3 days. 15 വർഷം ആ ദ്വീപിൽ തനിച്ചായിരുന്നിട്ട് പോലും എനിക്ക് അന്ന് ഭയം തോന്നി. 3 ദിവസം ഞാൻ എൻ്റെ ഗുഹയിൽ നിന്നും പുറമെ പോയില്ല. In the end, I had to go out to milk my goats. അവസാനം എൻ്റെ ആടുകളുടെ പാൽ കറക്കുന്നതിന് വേണ്ടി എനിക്ക് പുറമെ പോകേണ്ടതായി വന്നു. ഇവിടെ മിൽക്ക് എന്നത് പാൽ കറക്കുക എന്നാണ് അർത്ഥം. മിൽക്ക് എന്നത് ഇവിടെ വെർബാണ്. But for 2 years I was afraid. 2 വർഷങ്ങളോളം എനിക്ക് ഭയമുണ്ടായിരുന്നു.
I stayed near my home, and I never used my guns because I didn't want to make a noise. ഞാൻ വീടിന് സമീപം ചെലവഴിച്ചു. എൻ്റെ തോക്കുകൾ ഞാൻ ഉപയോഗിച്ചില്ല. കാരണം ഞാൻ ശബ്ദമുണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. I could not forget the footprint. കാൽപ്പാട് എനിക്ക് മറക്കാൻ സാധിച്ചിരുന്നില്ല. But I saw and heard nothing more. And slowly I began to feel happier. ഞാൻ കൂടുതലൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. പതുക്കെ എനിക്ക് സന്തോഷം തോന്നിത്തുടങ്ങി. ഈ സെന്റൻസിൽ കാണുന്ന സോ, ഹേർഡ്, ബിഗാൻ ഇവയെല്ലാം ഇറഗുലർ വെർബ്സുകളാണ്. ഈഡി ഉപയോഗിച്ചിട്ടല്ല ഇത്തരം വെർബുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സാരം. കഥ തുടർന്ന് കേൾക്കുന്നതിന് മുൻപ് ഇംഗ്ലീഷ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. പാസ്റ്റ് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, പാസ്റ്റ് സിമ്പിൾ ഫോം. സാധാരണയായി ഇ ഡി ആഡ് ചെയ്തിട്ടാണ് വെർബിന്റെ സെക്കൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം വെർബുകളെ റെഗുലർ വെർബ്സ് എന്നാണ് പറയുക. ചില വെർബുകളുടെ സെക്കൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഇ ഡി ഉപയോഗിച്ചിട്ടല്ല. അത്തരം വെർബുകളെ ഇറഗുലർ വെർബ്സ് എന്നാണ് പറയുക. ഇത് നമ്മൾ പ്രത്യേകം പഠിച്ചെടുക്കേണ്ടതാണ്. ബൈ എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ബോട്ട് ആണ്. ഐ ബോട്ട് എ മൊബൈൽ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മൊബൈൽ വാങ്ങി. ഐ ബോട്ട് എ മൊബൈൽ ലാസ്റ്റ് വീക്ക്. ഇതൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ്. ഇതുപോലെ സെന്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. One day, a year later, I was over on the west side of the island. ഒരു വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ദ്വീപിന്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു. From there I could see the other islands. അവിടെ നിന്നും എനിക്ക് മറ്റു ദ്വീപുകൾ കാണാൻ സാധിച്ചു. And I could also see a boat far out to sea. എനിക്ക് കടലിൽ കുറച്ച് അകലെയായി ഒരു ബോട്ടും കാണാൻ സാധിച്ചു. If you have a boat, I thought, it's easy to sail across to this island. ഒരു ബോട്ടുണ്ടെങ്കിൽ താൻ കണ്ട ദ്വീപിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യാമെന്ന് റോബിൻസൺ ചിന്തിച്ചു. Perhaps that explains the footprint. It was a visitor from one of the other islands. താൻ കടൽക്കരയിൽ കണ്ട കാൽപാദങ്ങൾ മറ്റു ദ്വീപിൽ നിന്നും തന്റെ ദ്വീപ് സന്ദർശിച്ച ഒരു വ്യക്തിയുടേതാകാമെന്ന് റോബിൻസൺ ചിന്തിച്ചു. I began to move more freely around the island again. റോബിൻസൺ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി ദ്വീപിലെല്ലാം സഞ്ചരിച്ചു എന്ന് സാരം. And built myself a third house. ഞാൻ മൂന്നാമത്തെ വീട് നിർമ്മിച്ചു. It was a very secret place in a cave. അത് ഒരു ഗുഹയിൽ രഹസ്യമായ ഒരു സ്ഥലത്തായിരുന്നു. No wild man will ever find that, I said to myself. കാട്ടുമനുഷ്യർ ആരും തന്നെ അത് കണ്ടെത്തില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Then one year, something happened which I can never forget. ഒരു വർഷം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. I was again on the west side of the island and was walking along the shore. ഞാൻ വീണ്ടും ദ്വീപിന്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു. കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. Suddenly, I saw something which made me feel ill. തീരെ സുഖം തോന്നാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് സാരം. There were heads, arms, feet, and other pieces of men's bodies everywhere. അവിടെ തലകളും കൈകളും കാലുകളും മനുഷ്യ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളും ഉണ്ടായിരുന്നു.
For a minute, I couldn't think. And then I understood. ഒരു മിനിറ്റ് എനിക്കൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി. Sometimes there were fights between the wild men on the other islands. മറ്റു ദ്വീപുകളിലുള്ള കാട്ടുമനുഷ്യർ തമ്മിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു. Then they came here to my island with their prisoners to kill them, cook them, and eat them. യുദ്ധങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ തടവുകാരെ തന്റെ ദ്വീപിൽ കൊണ്ടുവരികയും കൊല്ലുകയും പാചകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്തു എന്ന് റോബിൻസൺ മനസ്സിലാക്കി. Slowly, I went home, but I was very angry. ഞാൻ വീട്ടിലേക്ക് പതുക്കെ പോയി. പക്ഷെ ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. How could men do this? എങ്ങനെ മനുഷ്യർക്ക് ഇത് ചെയ്യാൻ സാധിക്കും? For many months, I watched carefully for the smoke from fires. മാസങ്ങളോളം തീ മൂലമുണ്ടാകുന്ന പുക കാണുന്നുണ്ടോ എന്ന് ഞാൻ വീക്ഷിച്ചു. But I didn't see anything. പക്ഷേ ഞാനൊന്നും കണ്ടില്ല. Somehow, the wild men came and went, and I never saw them. എങ്ങനെയോ കാട്ടുമനുഷ്യർ വരികയും പോവുകയും ചെയ്തു. ഞാൻ അവരെ കണ്ടില്ല. I was angry and afraid. എനിക്ക് ദ്വേഷ്യവും ഭയവും തോന്നി. I wanted to shoot them all. ഞാൻ അവരെയെല്ലാം തോക്കുപയോഗിച്ച് കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു. But there were many of them, and only one of me. അവർ കുറെ പേരുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. Perhaps I can shoot 2 or 3, I said to myself. ഒരു പക്ഷേ എനിക്ക് 2 or 3 പേരെ കൊല്ലാൻ സാധിച്ചേക്കാം, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. But then they will kill and eat me. പക്ഷേ അവരെന്നെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യും. Then, one morning in my 23rd year on the island, 23-ാമത്തെ വർഷം ഞാൻ ദ്വീപിൽ താമസിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ I was out in my fields and I saw the smoke from a fire. ഞാൻ കൃഷിസ്ഥലത്തായിരുന്നു. തീയിൽ നിന്നും വന്ന പുക ഞാൻ കണ്ടു. Quickly, I went up the hill to watch. ഉടനെ കുന്നിൻ മുകളിലേക്ക് ഞാൻ വീക്ഷിക്കാനായി പോയി. There were 9 men around the fire. തീക്ക് ചുറ്റും 9 മനുഷ്യരുണ്ടായിരുന്നു. And they were cooking their terrible food. അവർ മോശമായ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. മനുഷ്യനെ പാചകം ചെയ്യുകയായിരുന്നു എന്ന് സാരം. Then these wild men danced round the fire, singing and shouting. പാട്ടുപാടിയും ശബ്ദമുണ്ടാക്കിയും ആ കാട്ടുമനുഷ്യർ തീക്ക് ചുറ്റും നൃത്തം ചെയ്തു. This went on for about 2 hours. And then they got into their boats and sailed away. അത് ഏകദേശം 2 മണിക്കൂറോളം തുടർന്നു. അതിനുശേഷം അവർ അവരുടെ ബോട്ടുകളിൽ കയറുകയും തിരിച്ചു പോവുകയും ചെയ്തു. I went down to the shore and saw the blood of the dead men on the sand. ഞാൻ കടൽക്കരയിലേക്ക് പോവുകയും മരിച്ച മനുഷ്യന്റെ രക്തം മണലിൽ കാണുകയും ചെയ്തു. The next time they come, I'm going to kill them, I said angrily. അടുത്ത തവണ കാട്ടുമനുഷ്യർ അവിടെ വരുമ്പോൾ താൻ അവരെ കൊല്ലുമെന്ന് റോബിൻസൺ ദേഷ്യത്തോടെ പറഞ്ഞു. For 2 years, I never went anywhere without my gun. 2 വർഷത്തോളം തോക്കില്ലാതെ ഞാൻ എവിടെയും പോയില്ല. I felt lonely and afraid, and had many sleepless nights.
എനിക്ക് ഏകാന്തതയും ഭയവും തോന്നി. കുറെ രാത്രികളിൽ ഞാൻ ഉറങ്ങിയതുമില്ല. One night, there was a very bad storm. ഒരു രാത്രി വളരെ മോശമായ കൊടുങ്കാറ്റുണ്ടായി. And I thought I heard the sound of guns out at sea. കടലിൽ തോക്കുകളുടെ ശബ്ദം കേട്ടതായി റോബിൻസന് തോന്നി. The next morning, I looked out and saw a ship. അടുത്ത ദിവസം പ്രഭാതത്തിൽ റോബിൻസൺ കടലിലേക്ക് നോക്കിയപ്പോൾ ഒരു കപ്പൽ കണ്ടു. It was lying on its side not far from the shore. കടൽ തീരത്ത് നിന്നും അധികം അകലെയല്ലാതെ ആ കപ്പൽ അവിടെ കിടക്കുകയായിരുന്നു. Quickly, I put my little boat in the water and sailed out to it. ഉടനെ ഞാൻ എൻ്റെ ചെറിയ വള്ളം കടലിൽ ഇറക്കുകയും കപ്പലിനടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. There were 2 dead men on the ship, but no one alive. കപ്പലിൽ 2 മരിച്ച മനുഷ്യരുണ്ടായിരുന്നു. ആരും തന്നെ ജീവിച്ചിരുന്നില്ല. The bodies of the other sailors were lost in the sea. മറ്റ് കപ്പൽ യാത്രക്കാരുടെ ശരീരങ്ങളെല്ലാം കടലിലേക്ക് വീണിരുന്നു എന്ന് സാരം. I took some clothes and tools, and also a box of Spanish gold and silver money. ഞാൻ കുറച്ച് വസ്ത്രങ്ങളും ആയുധങ്ങളും എടുത്തു. അതുകൂടാതെ ഒരു പെട്ടി സ്പാനിഷ് ഗോൾഡും സിൽവർ മണിയും ഞാൻ എടുത്തു. I was a rich man now, but what use was money to me? I could not buy anything with it. ഞാൻ അങ്ങനെ ഒരു പണക്കാരനായി മാറി. പക്ഷേ ആ പണം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? എനിക്കതുകൊണ്ട് ഒന്നും വാങ്ങാൻ സാധിക്കുമായിരുന്നില്ല. I wanted people, a friend, somebody to talk to. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളെയാണ്, ഒരു സുഹൃത്തിനെയാണ്, സംസാരിക്കാൻ ഒരു വ്യക്തിയെയാണ്. Somebody who could help me escape from my island. എൻ്റെ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കാൻ സാധിക്കുന്ന ഒരുവനെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. One morning, I woke up and made a plan. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് ഒരു പദ്ധതി തയ്യാറാക്കി. I'll try to catch one of the prisoners of the wild men, I said to myself. കാട്ടുമനുഷ്യരുടെ തടവുകാരിൽ ഒരുവനെ താൻ പിടിക്കുമെന്ന് റോബിൻസൺ തന്നോട് തന്നെ പറഞ്ഞു. He'll be happy to be alive, and perhaps he'll help me to escape. തടവുകാരന് ജീവിച്ചിരിക്കുന്നതിൽ സന്തോഷമുണ്ടാവുകയും ഒരുപക്ഷെ തന്നെ രക്ഷപ്പെടാൻ സഹായിച്ചേക്കാമെന്ന് റോബിൻസൺ കരുതി. I watched day and night, but for a year and a half, there were no boats. രാത്രിയും പകലും ഞാൻ വീക്ഷിച്ചു. പക്ഷേ 1.5 വർഷത്തേക്ക് ബോട്ടുകളൊന്നും അവിടെ വന്നില്ല. Then one day, 5 boats came. ഒരു ദിവസം 5 ബോട്ടുകൾ വന്നു. There were about 30 men, and they had 2 prisoners. 30ഓളം മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് 2 തടവുകാരും. They made their fire on the sand and danced round it. അവർ മണലിൽ തീ കൂട്ടുകയും അതിനു ചുറ്റും നൃത്തം വയ്ക്കുകയും ചെയ്തു. Then they killed one of the prisoners and began to cook their terrible meal. അവർ തടവുകാരിൽ ഒരുവനെ കൊല്ലുകയും ആ തടവുകാരനെ പാചകം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. The second prisoner waited under the trees with 2 men to watch him. രണ്ടാമത്തെ തടവുകാരൻ മരങ്ങൾക്ക് താഴെ ഉണ്ടായിരുന്നു. ആ തടവുകാരനെ വീക്ഷിക്കുന്നതിനായി 2 കാട്ടുമനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. Suddenly, the prisoner turned and ran. പെട്ടെന്ന് ആ തടവുകാരൻ
തിരിഞ്ഞു ഓടി. റൺ എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് റാൻ. ഇതൊരു ഇറഗുലർ വെർബാണ്. The two men ran after him. രണ്ട് കാട്ടുമനുഷ്യർ തടവുകാരന് പുറകിലൂടെ ഓടി. But the other wild men were busy round the fire and did not see what was happening. മറ്റു കാട്ടുമനുഷ്യരെല്ലാം തീക്ക് ചുറ്റുമായിരുന്നതിനാൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരുന്നതെന്ന് അവർ കണ്ടില്ല. The prisoner ran like a wild goat. തടവുകാരൻ കാട്ടാടിനെ പോലെ ഓടി. And soon I saw that he was coming near the bottom of my hill. തടവുകാരൻ താൻ നിന്ന കുന്നിന്റെ താഴോട്ട് ഓടി വരുന്നത് കണ്ട ഉടനെ As fast as I could, I ran down the hill and jumped out of the trees between the prisoner and the two wild men. റോബിൻസൺ താൻ നിന്നിരുന്ന കുന്നിൽ നിന്ന് താഴോട്ട് ഓടിയിറങ്ങി തടവുകാരന്റെയും കാട്ടുമനുഷ്യരുടെയും ഇടയിലെത്തി എന്ന് സാരം. I hit the first man with the wooden end of my gun and he fell down. ഞാൻ കാട്ടുമനുഷ്യരിൽ ഒരുവനെ തോക്കിന്റെ മരമുള്ള ഭാഗം ഉപയോഗിച്ച് അടിക്കുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്തു. But I had to shoot the second man. രണ്ടാമത്തെ കാട്ടുമനുഷ്യനെ തോക്കുപയോഗിച്ച് എനിക്ക് കൊല്ലേണ്ടതായി വന്നു. The poor prisoner did not move. He was afraid of the noise of my gun. ആ പാവം തടവുകാരൻ അനങ്ങിയില്ല. തടവുകാരൻ എന്റെ തോക്കിന്റെ ശബ്ദം കേട്ട് പേടിച്ചിരുന്നു. I called to him and tried to show him that I was friendly. റോബിൻസൺ ആ തടവുകാരനെ വിളിക്കുകയും താൻ ശത്രുവല്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് സാരം. Slowly, he moved nearer to me. But just then, the first wild man began to get up from the ground. പതുക്കെ തടവുകാരൻ എന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ആദ്യത്തെ കാട്ടുമനുഷ്യൻ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. Then the prisoner spoke, and I understood that he wanted my sword. അപ്പോൾ ആ തടവുകാരൻ എന്നോട് സംസാരിച്ചു. എന്റെ വാള് തടവുകാരൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. How happy I was to hear words again. ശബ്ദം കേട്ടപ്പോൾ റോബിൻസൺ വളരെ സന്തോഷിച്ചു എന്ന് സാരം. I gave him my sword, and at once he cut off the head of his enemy. ഞാൻ എന്റെ വാള് അവന് കൊടുത്തു. ഉടനെ അവൻ അവന്റെ ശത്രുവിന്റെ തലയറുത്തു. Hurriedly, we hid the dead bodies under some leaves, and then left quickly. തിടുക്കത്തിൽ ഞങ്ങൾ ശവശരീരങ്ങൾ ഇലകൾക്കടിയിൽ ഒളിപ്പിച്ചു. ഉടനെ ഞങ്ങൾ അവിടം വിട്ടുപോയി. I took my prisoner to my secret cave on the other side of the island and gave him food and drink. ഞാൻ എന്റെ തടവുകാരനെ ദ്വീപിന്റെ എതിർവശത്തുള്ള രഹസ്യമായ ഗുഹയിലേക്ക് കൊണ്ടുപോയി അവന് ഭക്ഷണവും പാനീയവും നൽകി. After that, he went to sleep. അതിനുശേഷം അവൻ ഉറങ്ങി. He was a fine young man, about 25 years old, tall and well built. അവൻ ഉയരമുള്ള നല്ല ആരോഗ്യമുള്ള ഏകദേശം 25 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. With a kind face and a nice smile. He had a brown skin, black hair, bright eyes, and strong white teeth. അവന് കരുത്തുള്ള വെള്ളപ്പല്ലുകളും കറുത്ത തലമുടിയും ബ്രൗൺ സ്കിന്നുമായിരുന്നു. I decided to give him the name of Man Friday because I first saw him on a Friday.
When he woke up in the morning, he ran out to me. അവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. I was milking my goats in the field, and he got down on the ground and put his head near my foot. ഞാൻ കൃഷിസ്ഥലത്ത് ആടുകളെ കറക്കുകയായിരുന്നു. അവൻ നിലത്ത് കിടന്ന് തല എൻ്റെ കാലിന് സമീപം വെച്ചു. I understood that he was thanking me, and I tried to show him that I was his friend. അവൻ എന്നോട് നന്ദി പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവൻ്റെ സുഹൃത്താണെന്ന് അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. I began to teach him to speak English, and soon he could say his name, Master, and yes and no. How good it was to hear a man's voice again. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ അവനെ പഠിപ്പിച്ചു. അവൻ്റെ പേരും മാസ്റ്റർ എന്നും യെസ്സും നോയും അവനുടനെ പറയാൻ സാധിച്ചു. Later that day, we went back to my first house. പിന്നീട് ആ ദിവസം ഞങ്ങൾ എൻ്റെ ആദ്യത്തെ വീട്ടിലേക്ക് പോയി. We went carefully along the beach, but there were no boats and no wild men. Just blood and bones all over the sand. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പോയത്. ബോട്ടുകളോ കാട്ടുമനുഷ്യരോ അവിടെ ഉണ്ടായിരുന്നില്ല. രക്തവും എല്ലുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. I felt ill, but Friday wanted to eat the pieces of men's bodies which were still on the ground. I showed him that this was terrible for me, and he understood. എനിക്ക് സുഖം തോന്നിയില്ല. നിലത്ത് അപ്പോഴും കിടക്കുന്നുണ്ടായിരുന്ന ശവശരീരത്തിന്റെ കഷണങ്ങൾ ഭക്ഷിക്കാൻ തടവുകാരൻ ആഗ്രഹിച്ചിരുന്നു. അത് തനിക്കിഷ്ടപ്പെടുന്ന ഭക്ഷണമല്ല എന്ന് റോബിൻസൺ തടവുകാരനെ മനസ്സിലാക്കി. When we got to my house, I gave Man Friday some trousers, and I made him a coat and a hat. He liked his new clothes very much. ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ തടവുകാരന് ഞാൻ വസ്ത്രങ്ങൾ നൽകി. അവന് വളരെ ഇഷ്ടപ്പെട്ടു. Then I made him a little tent to sleep in. But for a few weeks, I always took my gun to bed with me. തടവുകാരന് ഉറങ്ങാനായി ചെറിയ ഒരു ടെന്റ് ഞാൻ നിർമ്മിച്ചു. കുറച്ചാഴ്ചകളോളം ഉറങ്ങുന്ന സ്ഥലത്ത് ഞാൻ തോക്ക് കരുതിയിരുന്നു. Perhaps Friday was still a wild man and would try to kill me in the night. തടവുകാരൻ തന്നെ വധിക്കുമോ എന്ന് റോബിൻസൺ ഭയപ്പെട്ടിരുന്നു എന്ന് സാരം. At first, Friday was very afraid of my gun. Sometimes he talked to it and asked it not to kill him. ഫ്രൈഡേക്ക് തോക്കുകളെ ഭയമായിരുന്നു. ചിലപ്പോഴെല്ലാം അവൻ തോക്കുകളോട് സംസാരിച്ചിരുന്നു. തന്നെ കൊല്ലരുത് എന്നും പറഞ്ഞിരുന്നു. Friday was a quick learner, and his English got better day by day. He helped me with the goats and with the work in the cornfields, and soon we were good friends. തടവുകാരൻ ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാക്കി. ദിവസം ചെല്ലുന്തോറും അവൻ്റെ ഇംഗ്ലീഷ് കൂടുതൽ കൂടുതൽ നന്നായിക്കൊണ്ടിരുന്നു. അവൻ എന്നെ ആടുകളുടെ കാര്യത്തിലും കൃഷിയിലും സഹായിച്ചു. ഉടനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. I enjoyed teaching him, and most of all, having a friend to talk to. This was the happiest of all my years on the island. തടവുകാരനെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. കൂടാതെ സംസാരിക്കാൻ ഒരു സുഹൃത്തുണ്ടായതിലും ഞാൻ സന്തോഷിച്ചു. ദ്വീപിലുള്ള എൻ്റെ ജീവിതത്തിൽ
ഏറ്റവും നല്ല വർഷങ്ങളായിരുന്നു അത്. Friday and I lived together happily for 3 years. ഫ്രൈഡിയും ഞാനും 3 വർഷങ്ങളോളം സന്തോഷകരമായി ഒരുമിച്ച് താമസിച്ചു. I told him the story of my adventures and about life in England. സാഹസികത നിറഞ്ഞ എൻ്റെ കഥകളെക്കുറിച്ചും ഇംഗ്ലണ്ടിലെ എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാൻ ഫ്രൈഡിയോട് പറഞ്ഞു. And he told me about his country and his people. അവൻ എന്നോട് അവൻ്റെ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും പറഞ്ഞു. One day we were at the top of the highest hill on the island, and we were looking out to sea. ഒരു ദിവസം ആ ദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കുന്നിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. It was a very clear day, and we could see a long way. അത് ഒരു തെളിഞ്ഞ ദിവസമായിരുന്നു. വളരെ അകലേക്ക് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നു. Suddenly, Friday began to jump up and down, very excited. പെട്ടെന്ന് ഫ്രൈഡി വളരെ ആവേശഭരിതനായി മുകളിലോട്ടും താഴോട്ടും ചാടാൻ തുടങ്ങി. What's the matter? I said. Look, master, look, Friday cried. I can see my country. Look over there. തന്റെ നാട് കാണാൻ സാധിച്ച സന്തോഷത്തിലായിരുന്നു ഫ്രൈഡി എന്നർത്ഥം. I looked, and there to the northwest, between the sea and the sky, was a long, thin piece of land. I learnt later that it was the island of Trinidad, and that my island was in the mouth of the river Orinoco on the north coast of South America. I began to think again about escape. രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിച്ചു തുടങ്ങി. Perhaps Friday wanted to go home too. ഒരുപക്ഷെ ഫ്രൈഡിയും വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. Perhaps together we could get to his country. ഒരുപക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവന്റെ നാട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചേക്കാം. But what then? അതിനുശേഷം എന്ത് സംഭവിക്കും? Would Friday still be my friend? Or would his people kill me and eat me? ഫ്രൈഡി അപ്പോഴും എൻ്റെ സുഹൃത്തായിരിക്കുമോ? അല്ലെങ്കിൽ അവന്റെ നാട്ടുകാർ എന്നെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുമോ? I took Friday to the other side of the island and showed him my big canoe. ഞാൻ ഫ്രൈഡിയെ ദ്വീപിന്റെ മറുവശത്തേക്ക് കൊണ്ടുപോയി എൻ്റെ വലിയ വള്ളം കാണിച്ചു കൊടുത്തു. It still lay under the trees. It was very old now, and there were holes in the wood. മരങ്ങൾക്ക് താഴെയായി അതപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അതപ്പോൾ വളരെ പഴയതായിരുന്നു. മരങ്ങളിൽ ദ്വാരങ്ങളും ഉണ്ടായിരുന്നു. Could a boat like this sail to your country, Friday? I asked him. ഇത്തരമൊരു ബോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ ഫ്രൈഡിയോട് ചോദിച്ചു. Oh yes, he answered. A boat like this can carry a lot of food and drink. തീർച്ചയായും എന്ന് അവൻ മറുപടി പറഞ്ഞു. അത് മാത്രമല്ല, ധാരാളം ഭക്ഷണവും പാനീയവും ഈ ബോട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഫ്രൈഡി പറഞ്ഞു. Then we'll make another canoe like it, and you can go home in it, I said. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വേറൊരു വഞ്ചി ഉണ്ടാക്കുമെന്നും അതിൽ നിനക്ക് വീട്ടിൽ പോകാൻ സാധിക്കുമെന്നും ഞാൻ ഫ്രൈഡിയോട് പറഞ്ഞു. But Friday looked very unhappy. ഫ്രൈഡി വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. Why are you angry with me? He asked. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് അവൻ എന്നോട് ചോദിച്ചു. What have I done? ഞാൻ എന്താണ് ചെയ്തത്?
Why do you want to send me home? നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു? But I thought you wanted to go home, I said. നീ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഫ്രൈഡിയോട് പറഞ്ഞു. Yes, but you must come with me. വീട്ടിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിർബന്ധമായും നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് ഫ്രൈഡി റോബിൻസനോട് പറഞ്ഞു. Kill me if you want, but don't send me away from you. നിങ്ങൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊന്നോളൂ, പക്ഷേ നിങ്ങളിൽ നിന്നും എന്നെ അകലേക്ക് പറഞ്ഞുവിടരുത്. Then I saw that Friday was a true friend. ഫ്രൈഡി നല്ലൊരു സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. And so I agreed to go with him. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ പോകാമെന്ന് സമ്മതിച്ചു. We began work on the canoe at once. ഞങ്ങൾ വള്ളമുണ്ടാക്കാൻ ആരംഭിച്ചു. Friday chose the tree himself. മരം തെരഞ്ഞെടുത്തത് ഫ്രൈഡിയാണ്. He understood wood better than I did, and we cut it down. മരത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായി അവനറിയാമായിരുന്നു. ഞങ്ങൾ മരം മുറിച്ചിട്ടു. We worked hard, and in a month the boat was finished. ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ ബോട്ട് നിർമ്മിച്ചു. 2 weeks later, it was in the sea. 2 ആഴ്ചയ്ക്ക് ശേഷം ബോട്ട് കടലിൽ ഇറക്കി എന്ന് സാരം. And we began to get ready for our long journey. ദീർഘയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് സാരം. റോബിൻസനും ഫ്രൈഡിക്കും ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയട്ടെ. സംസാരിച്ച് പഠിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷ്. റെക്കോർഡഡ് ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സുകളുടെയും ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സൗജന്യമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി പേര്, വാട്സപ്പ് നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. റോബിൻസന് ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.